ക്രാനായക്കാർ അല്ലെങ്കിൽ ക്രാനായ സമൂഹം എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഇവര് AD 345 ആണ്ടിൽ അങ്ങ് പേർഷ്യ എന്ന ഒരു 72 കുടുംബം കേരളത്തിലെ കൊടുങ്ങല്ലൂർ വന്നവരാണ്. ക്നായിൻ തൊം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ലീഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിവേ ഇപ്പം അവർ വളർന്ന് ഏകദേശം ഒരു 3 ലക്ഷം ആൾക്കാർ ഇപ്പോൾ വേൾഡ് വൈഡ് ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ വർഗത്തിൽ നിന്ന് മാത്രമേ ഇവർ കല്യാണം കഴിക്കുള്ളൂ. സ്വവർഗ വിവാഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഇനി ഒരു ആണോ പെണ്ണോ ഈ വർഗത്തിൽ നിന്നല്ലാതെ ക്നാനായെന്നല്ലാതെ പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ അവരെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അവർ മരിച്ചാൽ പോലും ആ പള്ളിയിൽ അടക്കത്തില്ല. അവിടെയാണ് പ്രശ്നം വന്നത്. ഇതിനെതിരെ കുറച്ച് പേര് കേസ് കൊടുത്തു. അപ്പോൾ കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നു. ഹൈക്കോടതിയിൽ കോടതി പറയുന്നത് ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്. ആരെങ്കിലും ക്നാനായ പുറത്ത് വന്ന് കല്യാണം കഴിച്ചെങ്കിൽ അവരെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. ദൈവത്തിന് മുമ്പിൽ ക്നാനായ എന്നില്ല, RC എന്നില്ല, ഓർത്തഡോക്സ് എന്നില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് ഇവരെ പറ്റിയല്ല. ഇവിടെ ഇപ്പോൾ 2 കൂട്ടരുണ്ടല്ലോ. ഒന്ന് ക്നാനായക്കാരും ഉണ്ട്, ഒന്ന് ക്നാനായക്കാരല്ലാത്തവരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു സമൂഹം കൂടെ ഉണ്ട്. അവരെ പറ്റി സംസാരിക്കാനാണ്. അതായത് ഈ ക്നാനായ എന്നുള്ള ഒരു വ്യക്തിയും ക്നാനായ എന്നല്ലാത്ത വ്യക്തികളെ കല്യാണം കഴിച്ചുകൊണ്ടാകുന്ന പിള്ളേരുണ്ടല്ലോ, ആ സമൂഹത്തെ പറ്റി. അത് പറയാൻ കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ അമ്മ ക്നാനായക്കാരി, അപ്പൻ ക്നാനായക്കാരനല്ല. ഞങ്ങളുടെ സൈഡിലൊക്കെ ക്നാനായക്കാരെ തെക്കന്മാരെന്നും ക്നാനായ അല്ലാത്ത RCക്കാരെ വടക്കന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് വടക്കും തെക്കും കൂടെ കൂടി ഉണ്ടായ വടക്കാണ് ഞാൻ. എന്നെ തന്നെ വിളിക്കുന്ന ഹൈബ്രിഡ്. എന്നോട് ഏതെങ്കിലും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ ഹൈബ്രിഡാന്ന് പറയും. എൻ്റെ അപ്പനും അമ്മയും ഇല്ലാതെ ഉണ്ടാകത്തില്ല. ഇവർ 2 ബ്ലഡും ഉണ്ടല്ലോ എനിക്ക്. എനിവേ, ഇനി ഞാൻ അടക്കുന്ന ഈ ഹൈബ്രിഡ് സമൂഹത്തെ പറ്റി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസും കൂടെ എനിക്ക് ഷെയർ ചെയ്യാമല്ലോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അമ്മ സൈഡിൽ പോകാൻ നോക്കട്ടെ, അതായത് ക്നാനായ സൈഡിൽ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നിനക്ക് വടക്കന്മാരുടെ സ്വഭാവം, അതായത് ക്നാനായ അല്ലാത്ത അവർമാരുടെ സ്വഭാവം. അതുമാത്രമല്ല, ഈ ക്നാനായക്കാർ ചിലപ്പോൾ അവർ പറയാം അവർക്ക് റോയൽ ബ്ലഡാണ്. ഒരു പ്രാവശ്യം എൻ്റെ പെങ്ങളോട് പറഞ്ഞാൽ, എടി നീ പേടിക്കണ്ട, നീ പകുതി റോയൽ ബ്ലഡാണ് നീന്ന്, അതുകൊണ്ട് നീ പേടിക്കണ്ടത്. അപ്പം പെങ്ങൾക്കത് അപ്പം മനസ്സിലായില്ല. എന്നോട് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞു പെങ്ങള്. ഞാൻ പറഞ്ഞു അല്ല തെരു പറയാൻ പറ്റാമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അപ്പൻ സൈഡിൽ പോയാലോ. അപ്പൻ സൈഡ് എന്ന് പറഞ്ഞാൽ ക്നാനായ അല്ലാത്തവർ. അവർ പറയും നിനക്കൊക്കെ നിൻ്റെ അമ്മയുടെ സ്വഭാവം, ആ ക്നാനായക്കാരുടെ സ്വഭാവം, ആ ചായ്മ, അല്ലെങ്കിൽ അവർ ചാരം മുക്കി എന്ന് വിളിച്ച് കളിയാക്കും. എന്നാ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ അവിടെയും പെടത്തില്ല ഇവിടെയും പെടത്തില്ല. ഇനി പള്ളിയിൽ പോയാലോ, അവിടെ ഈ ഡിസ്ക്രിമിനേഷൻ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്നാനായ പള്ളിയിലും വേദപാഠം പഠിച്ചിട്ടുണ്ട്, അല്ലാത്ത പള്ളിയിലും വേദപാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ തന്നെ ഒരു സമൂഹം അങ്ങ് തുടങ്ങാൻ പോവാം. ഇനി എങ്ങാനും സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട ഒരു സമൂഹം. ഞങ്ങൾ ഈ ഹൈബ്രിഡ് എല്ലാം കൂടി ഒരു പള്ളി ഞങ്ങൾ തുടങ്ങാൻ പോവാം. സെയിൻറ്റ് ഹൈബ്രിഡ് കാത്തലിക് ചർച്ച്. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരുത്തിൻ്റെ അച്ഛനുണ്ടെങ്കിൽ അവനെ പിടിച്ച് അച്ഛനും ആക്കും. ആഹാ.